വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതര ആരോപണമുയർത്തി ബിജു രമേശ് രംഗത്ത്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയാണെന്ന് വാടക കൊലയാളി സമ്മതിച്ചിട്ടുണ്ടെന്ന് ബിജു പറഞ്ഞു. ശാശ്വതീകാനന്ദയുടെ മരണശേഷം പോസ്റ്റ്മോർട്ടം തടയാൻ വെള്ളാപ്പള്ളി ശ്രമിച്ചിരുന്നുവെന്നും ബിജു രമേശ് പറഞ്ഞു. ബിജുവിനെ പിന്തുണച്ച് ശാശ്വതീകാനന്ദയുടെ സഹോദരിയും രംഗത്ത് വന്നു. ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുമായാണ് ബിജു രമേശ് ഇന്ന് രംഗത്തെത്തിയത്. വെള്ളാപ്പള്ളി പറഞ്ഞിട്ടാണ് ശാശ്വതീകാനന്ദയെ കൊന്നതെന്ന് വാടക കൊലയാളി പ്രിയൻ തന്നോട് പറഞ്ഞുവെന്ന് ബിജു ആരോപിച്ചു. ഫോണിൽ സംസാരിച്ചപ്പോഴാണ് പ്രിയൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഞാൻ പ്രിയനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയില്ല. ഞാൻ പ്രിയനുമായി ഫോണിലാണ് സംസാരിച്ചത്. എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് വ്യക്തി ഇന്ന് സ്വാമിയുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിന്റെ പിന്നിൽ പ്രിയനാണ് എന്നറിയാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരിട്ട് കാണാൻ കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഫോണിലൂടെയാണ് സംസാരിച്ചത്. ഞാൻ പ്രിയനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സ്വാമിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? അത് വെള്ളാപ്പള്ളി നടേശൻ സാറിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത് സാർ, എന്നെ ഉപദ്രവിക്കരുത് എന്നാണ്. ബിജു രമേശിന്റെ ആരോപണങ്ങളെ ശരിവെച്ച് സ്വാമി ശാശ്വതീകാനന്ദയുടെ സഹോദരിയും രംഗത്ത് വന്നു. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് പങ്കുണ്ടെന്ന് ശാന്തകുമാരി ആരോപിച്ചു. മരണം കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ ഉറപ്പിച്ചു ഇത് സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്ന്. അതിനിടയിലാണ് ഈ ഗൾഫിലോട്ട് ഇവർ മൂന്നുപേരും കൂടെ പോയെന്നും പിന്നെ തിരിച്ച് അവിടെ തുഷാറുമായിട്ട് പ്രശ്നമുണ്ടായി, അദ്ദേഹം അണ്ണനെ ഉപദ്രവിച്ചെന്നൊക്കെ മരണം കഴിഞ്ഞ് അടുത്ത സമയം മുതൽ ഞങ്ങൾ അറിയാൻ തുടങ്ങി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.